വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു വിവോ IQ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ലീക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാലം നമ്മുടെ വിവോ ഫോണുകളിൽ നമ്മുടെ എക്സെപ്റ്റ് ചൈനീസ് മാർക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ മാർക്കറ്റിലും ഇവർ ഫൺ ടച്ച് OS ആണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇനി തൊട്ട് ആൻഡ്രോയിഡ് 16 തൊട്ട് എല്ലാ മാർക്കറ്റിലേക്കും ഇനി ഫൺ ടച്ച് OS മാറ്റിയിട്ട് നമ്മുടെ എന്താ പറയുക ഒറിജിനൽ OS വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ലീക്ക് വന്നേക്കുന്നതാണ്, ഇത് ഒഫീഷ്യലി കൺഫേംഡ് ഒന്നല്ല. ബ്രാൻഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് മിക്ക എല്ലാ പ്ലാറ്റ്ഫോംസുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളും ന്യൂസ് പ്ലാറ്റ്ഫോംസുകളായിക്കോട്ടെ എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ലി ടു ഗെറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് 100% കൺഫേം ഒന്നല്ല കേട്ടോ. ഇത് കുറച്ച് കാലമായിട്ട് തന്നെ കുറച്ച് ലീക്ക് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ റീസെൻ്റ്ലി ഒരു ഇതേപോലെ തന്നെ വിവോൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതാ സത്യം ഏതാ സംഭവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ വെച്ചാൽ വിവോയുടെ സൈഡിൽ നിന്നോ IQൻ്റെ സൈഡിൽ നിന്നോ ഒരു ഇൻഫർമേഷനും പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. കൺഫേംഡ് സംഭവം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇതുപോലെ തന്നെ പണ്ടും ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒറിജിനൽ OS വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ട്വിറ്ററിൻ്റെ ഇവരുടെ ഒഫീഷ്യൽ പേജിൽ കണ്ടിട്ടുണ്ട്. അവരും വരുന്നില്ല എന്നല്ല അവർ പറഞ്ഞേക്കുന്നത്, നോട്ട് ലൈക്ലി ടു ഗെറ്റ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരും കൺഫേംഡ് ഒഫീഷ്യലി ഒന്നും പറയുന്നില്ല. വരില്ല എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുണ്ട്. അങ്ങനത്തെ ഒരു മാത്രമേ നിൽക്കുന്നത്. വന്നാൽ നല്ലത്. ആൻഡ്രോയിഡ് 16 എന്താ വെച്ചാൽ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് അവരുടെ വിവോ X100 Pro സീരീസിലേക്കാണ് വരാൻ പോകുന്നത്, IQ 13ലേക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മുടെ OnePlus ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിവോൻ്റെ അപ്ഡേറ്റ്സ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. എൻ്റെ OnePlusൻ്റെ ഫോണിൽ ലേറ്റസ്റ്റ് ഈ മാസത്തെ അപ്ഡേറ്റ് വന്നു, സെക്യൂരിറ്റി വാച്ച് അപ്ഡേറ്റ്. പക്ഷേ വിവോ X100 Proയിൽ വന്നിട്ടില്ല. അപ്പോൾ OnePlusന് എൻ്റെ അപ്ഡേറ്റിൻ്റെ സൈക്കിളിലേക്കൊന്നും വിവോ എത്തിയിട്ടില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ ബാക്കി കുറച്ച് ബ്രാൻഡിനെക്കാട്ടൊക്കെ ഷവോമിനെക്കാട്ടൊക്കെ ബെറ്ററാണ്. പക്ഷേ എന്നാലും OnePlusൻ്റെ അടുത്തേക്കൊന്നും നമ്മുടെ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്ന കാര്യത്തിൽ അത്ര റെഗുലറൊന്നുമല്ല എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും X200 Proയിലും X200 സീരീസിലൊക്കെയാണ് വിവോൻ്റെ ഫോണുകൾക്ക് ആദ്യം എന്തായാലും ആൻഡ്രോയിഡ് 16 കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒറിജിനൽ OS വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്തായാലും കൺഫേംഡ് ഒന്നുമല്ല. ആൻഡ്രോയിഡ് 16 എന്താ ലോഞ്ച് ചെയ്യുന്നതും കൺഫേംഡും അല്ല. അപ്പോൾ വന്നാൽ നല്ലത്. എന്താ വെച്ചാൽ അത്യാവശ്യം കുറച്ച് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ഒറിജിനൽ OS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറേ ചേഞ്ചസുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഫൺ ടോയ്സിലുള്ള കുറേ ബഗ്സുകളും സംഭവങ്ങളൊക്കെ ഈ ഒറിജിനൽ OSൽ ഇല്ല എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ചൈനീസ് വേരിയൻറ്റിലാണ് നമ്മൾ കുറേ കമ്പാരിസണൊക്കെ കണ്ടേക്കാൻ തോന്നുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഒറിജിനൽ OSും അതുപോലെ തന്നെ ഫൺ ടച്ച് OS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഫൺ ടച്ച് OSലാണ് ബഗ്സുകൾ കൂടുതൽ വരുന്നത്. ഇഷ്ടംപോലെ ഞാൻ എൻ്റെ X200 Pro അടക്കം നമ്മൾ ഇഷ്ടംപോലെ ബഗ്ഗുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ OnePlusൽ ഇത് ബഗ് ഇഷ്യൂ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഇൻഫോം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ വീഡിയോ ഇടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രോസസ്സിലേക്ക് തന്നെ പോവാം. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. സ്മാർട്ട് ഫിനാൻഷ്യൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ടെലിഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.